പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഒരു ദിവസത്തിൽ തിരുവചനത്തിൻ്റെ ഒരു കൊച്ചു ഭാഗവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ കർത്താവിന് അവസരം തന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ ആദ്യത്തെ ഒരു കൊച്ചു ഭാഗമാണ്. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെ പറയുന്നു: ദേവാലയത്തിൻ്റെ നാശം. വായിക്കുമ്പോൾ, യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ദേവാലയത്തിൻ്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിതെല്ലാം കാണുന്നല്ലോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. മനോഹരമായ ഒരു കൊച്ചു വചനഭാഗമാണ്. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം ജെറുസലേം ദേവാലയത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നതെന്ന്. എന്നാൽ ഈ വചനഭാഗത്തിലൂടെ കർത്താവിന് നമ്മളോട് എന്താണ് പറയാനുള്ളത്, അതാണ് നമ്മൾ ശ്രമിക്കാൻ പോകുന്നത്. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ദൈവത്തിന് എന്നോട് പറയാനുള്ള കാര്യം കർത്താവ് എനിക്ക് പറഞ്ഞു തന്നു. എന്തുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്? ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടുമെന്ന്. മനോഹരമായ ഒരു ദേവാലയത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ പറയുമ്പോൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ഓരോരുത്തരെ കുറിച്ച് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, യേശു നമ്മളാകുന്ന ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് വസിക്കുന്ന ആലയമാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് ദേവാലയം. പലപ്പോഴും ഈ ശിഷ്യന്മാർ കാണിച്ചതുപോലെ നമ്മൾ യേശുവിനെ കൂട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ പ്രയത്നം കൊണ്ട് നേടിയതും നമ്മളുണ്ടാക്കിയ സൗന്ദര്യങ്ങളും ഒക്കെ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ, യേശുവിനെ കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാർ പറഞ്ഞു, നോക്കൂ, എത്ര മനോഹരമാണ് ഈ കൊത്തുപണികൾ, കാഴ്ചകൾ. പുറമേ ദേവാലയത്തിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ പണികളൊക്കെ എത്ര മനോഹരമാണ്. യേശു പറഞ്ഞത്, ഇതെല്ലാം തകർക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. കാരണം പുറമേ നല്ല മനോഹരമാണ്, ഉള്ളിൽ യേശു ഇല്ല. യേശു അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇത് നമ്മൾ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഇതേ കാര്യം. യേശു ഇല്ല. പുറമേ നോക്കുമ്പോൾ എല്ലാം മനോഹരമാണ്, ഉള്ളിൽ യേശുവിൻ്റെ സാന്നിധ്യമില്ല. അതുകൊണ്ട് പലപ്പോഴും ആത്മീയ ജീവിതം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ യേശുവായിട്ടുള്ളൊരു ബന്ധം തന്നെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തൂടെ നമ്മൾ പോകുന്നത്. വിശ്വാസ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥന മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, പ്രാർത്ഥനകളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പുറമേ കാണുന്ന ഈ മനോഹാരിത മാത്രമേ ഉള്ളൂ. ഉള്ളിൽ ആ ദൈവിക സാന്നിധ്യമില്ല. കാരണം ഇതൊക്കെ നമ്മുടെ പ്രയത്നം കൊണ്ടാണ് മനോഹരമായിരിക്കുന്നത്. ശിഷ്യന്മാരും അതാ പറഞ്ഞത്, നോക്കൂ എത്ര മനോഹരമാണ്. കാരണം ഒത്തിരി ആൾക്കാർ പ്രയത്നം കൊണ്ടാണ് ആ ദേവാലയത്തിൻ്റെ മനോഹാരിത ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. എന്നാൽ ആ മനോഹാരിതയല്ല ആ ദേവാലയത്തിന് വേണ്ടിയിരുന്നത്. യേശു ആ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഉള്ളപ്പോൾ ഉള്ള മനോഹാരിതയാണ് വേണ്ടത്. പക്ഷെ അത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തതിൻ്റെ കാരണം യേശു ആ ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പോയത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കൊച്ചു ചിന്തയുമായിട്ട് വരുമ്പോൾ എന്നും നമ്മളെ മനോഹരമാക്കേണ്ടത് നമ്മളുടെ യേശുവിൻ്റെ സാന്നിധ്യമാണ്, പുറമേയുള്ള ഒന്നുമല്ല. ഈ വചനത്താൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.